എൻ്റെ പേര് രാജി എന്നാണ്. ഞാൻ ഹിന്ദുവാണ്. ആദ്യം തന്നെ അത് പറഞ്ഞേക്കാം. ഞാൻ 2019 സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടും വിഷമമൊക്കെ ആയിട്ടാണ് ഞാനിവിടെ വരുന്നത്. പിന്നെ ഞാൻ ആദ്യം ഇവിടെ നിയോഗം വെച്ചതെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഹൗസ് വൈഫായിരുന്നു. എനിക്കൊരു ജോലി കിട്ടണമെന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഞാൻ പിള്ളേരെ വിട്ട് കഴിഞ്ഞ് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത്, എൻ്റെ മോള് അവൾ നല്ലപോലെ പഠിക്കുകയൊന്നുമില്ലായിരുന്നു. ഞാൻ CBSE-യിലായിരുന്നു ഫസ്റ്റ് LKG മുതൽ ചേർത്തിരുന്നത്. അപ്പോൾ ഒരു 7th ആയപ്പോഴത്തേനും ഞാൻ കേരള സിലബസിലേക്ക് ഇവളെ മാറ്റിയിരുന്നു. അപ്പം എങ്ങനെ മുന്നോട്ട് നല്ലൊരു മാർക്കോട് കൂടി പോയാലല്ലേ 10th മാർക്ക് കിട്ടിയാലേ എനിക്കറിയായിരുന്നു +2 നമുക്ക് സയൻസ് എടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡ് തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവൾക്ക് നേരെ മറിച്ച് മെഡിക്കൽ ഫീൽഡിനോട് വലിയ താല്പര്യമില്ലാത്ത ആളുമായിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിനോട് ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഞാൻ ആദ്യം എനിക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ലൈഫിൻ്റെ സെക്ഷനിലെ മാനേജറായിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് കിട്ടി. എനിക്ക് ജോലി കിട്ടി. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാനവിടെ പെർമനൻറ്റ് സ്റ്റാഫാണ്. നമുക്ക് കുഴപ്പമില്ലാത്ത സാലറി ഇൻസെൻറ്റീവും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മോള് 10th 89% മാർക്കോടെയാണ് പാസ്സായത്. ഇപ്പോൾ അവൾ +2 കഴിഞ്ഞു. ഈ വർഷം +2 കഴിഞ്ഞു. പിന്നെ ഞാൻ +2 കഴിഞ്ഞിട്ട് BSc നേഴ്സിങ്ങിനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. BSc നേഴ്സിംഗ് നോക്കിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു, ഏജൻസി വഴി ഞാൻ എടുക്കുന്നില്ല എന്നുള്ളൊരു രീതിയായിരുന്നു. നേരെ ഞാൻ പോണ്ടിച്ചേരിക്ക് പോയി. അതായത് പ്രത്യേകിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്നെ കോളേജ് എടുക്കണം എന്നുള്ളത്. അപ്പം CET, അതായത് കർണാടകയുടെ കോമൺ എൻട്രൻസ് എക്സാം ഞാൻ എഴുതിച്ചില്ലായിരുന്നു. കാരണം അങ്ങോട്ട് വിടാനുള്ള താല്പര്യക്കുറവ് കാരണം നേരെ ചെന്നൈ തന്നെ പോയേക്കാം, പോണ്ടിച്ചേരിയാണ് നോക്കിയിരുന്നത്. നേരെ പോണ്ടിച്ചേരി പോയി തേനിയിലെത്തിയപ്പോഴത്തേനും എന്നോട് അമ്മ മാതാവ് തന്നെ എന്നോട് പറയുന്നുണ്ട്, അങ്ങോട്ട് പോകണ്ട. കാരണം ഞാനിവിടെ ഒരു കല്യാണം കൂടിയിട്ടാണ് നേരെ പോണ്ടിച്ചേരിക്ക് പോകുന്നത്. അപ്പോൾ തേനി വരെ എത്തിയപ്പോഴത്തേനും ആ കല്യാണത്തിന് വന്ന ഒരു മുതലാളി എന്നോട് പറഞ്ഞു, രാജി ഒരിക്കലും അവിടെ വിടാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പോണ്ടിച്ചേരി നോക്കണ്ട, നേരെ ചെന്നൈ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ചെന്നൈ എന്ന് പറഞ്ഞാൽ യാതൊരു ഐഡിയ ഇല്ല. ഞാൻ തേനി ചെന്നപ്പം എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട്, അവിടുത്തെ ഫ്രണ്ടിൻ്റെ മകൾ റവന്യൂവിലെ ഓഫീസറാണ്. അപ്പോൾ ആൾ മുഖാന്തരം നേരെ ഡയറക്റ്റ് ഞാൻ ജസ്റ്റ് അവരുടെ വീട്ടിലൊന്ന് കയറി സംസാരിച്ചപ്പം എന്നത്തിനാണ് ഇവളെ വിടുന്നതെന്നൊക്കെ ചോദിച്ചു. നേരെ തമിഴായത് കാരണം എനിക്ക് നല്ലപോലൊന്നും അറിയത്തില്ല സംസാരിക്കാൻ. ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചു. ഏകദേശം ഐഡിയ അവർക്കും പിടികിട്ടി. അപ്പം വേറൊന്നും പിന്നെ നോക്കിയില്ല. അവർ ഫോൺ എടുത്തു, ജസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചു. ചെന്നൈയിലുണ്ട് രാജി, അവിടെ DYSPയുടെ വൈഫാണ്. നേരെ ഡയറക്റ്റ് ചെന്നൈക്ക് പോയിക്കാളാൻ പറഞ്ഞു. നമ്മുടെ വണ്ടിയായിട്ട് ഡ്രൈവറെ വെച്ചാണ് പോയത്. 16 hours യാത്രയുണ്ടായിരുന്നു. നല്ല ടയേർഡായാണ് അവിടെ എത്തുന്നത്. ഒരു 11 മണിയോടെ അവിടെ എത്തുന്നു. ഈ മേഡത്തിനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, മാതാവെ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കാണിച്ചു തരണം. അവരെന്തോ ഒരു പേഷ്യൻ്റാണ്. അപ്പം ഗുളിക കഴിച്ചിട്ട് കിടന്ന കാരണം ഉറങ്ങിപ്പോയതാണ്. കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജി എവിടെയാണ്? ഞാൻ പറഞ്ഞു ഇന്നടുത്താണ്. ആൾ മലയാളിയാണ്. ഇന്നടുത്ത് ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവരുടെ ക്വാർട്ടേഴ്സ് പറഞ്ഞു തന്നു. മിലിറ്ററി ക്വാർട്ടേഴ്സിൻ്റെ അവിടെ തന്നെ സ്ഥലമൊക്കെ പറഞ്ഞു തന്നു. അങ്ങോട്ട് ചെന്നു, ലൊക്കേഷൻ അയച്ചു തന്നു. പെട്ടെന്ന് തന്നെ തിരിച്ച് എനിക്ക് ഒരു 10 അവിടെ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ക്വാർട്ടേഴ്സിൽ തന്നെ ഫ്രഷ് ആവാനുള്ള സൗകര്യം എല്ലാം തന്ന് പെട്ടെന്ന് തിരിച്ചു പോന്ന് ഡയറക്റ്റ് പോയി ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ മോൾക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്തു. ഇപ്പം ഏകദേശം 30-ാം തീയതി എനിക്ക് പോകണം. 1-ാം തീയതി കൗൺസിലിംഗ് ഉണ്ട്. കൗൺസിലിങ്ങിന് ഇമെയിൽ വന്നിട്ടുണ്ട്. അപ്പം DD ഒക്കെ അയച്ചു. സംഭവം എല്ലാം തീർത്തു. 7-ാം തീയതി ക്ലാസ് തുടങ്ങും. ഇതൊരു വലിയൊരു അനുഗ്രഹമാണ്. കാരണം എനിക്ക് ഒരൈഡിയ ഇല്ല. സയൻസ് എടുപ്പിച്ചാൽ എങ്ങനെയാണ് എൻ്റെ മോളത് മുന്നോട്ട് കൊണ്ടുവന്നത്. 2 മാസം തുടർച്ചയായിട്ട് കരഞ്ഞ ആളാണ്. സയൻസ് എടുത്താൽ തോറ്റുപോയാൽ അമ്മ മാത്രമാണ് ഉത്തരവാദി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു അവളോട്, തോറ്റുപോയാൽ കുഴപ്പമില്ല, ഞാൻ ഒന്നുകൂടെ നമുക്ക് എഴുതാം, അതേ ഉള്ളു രക്ഷയെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഈ ഫീൽഡ് എനിക്ക് വലിയ താല്പര്യമില്ലെന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഇതിനെ സ്കോപ്പുള്ളൂ, എബ്രോഡ് എവിടെയെങ്കിലും പോകാനും ഫാമിലി ആയിട്ട് മുന്നോട്ടൊരു ജീവിതം, അതും എല്ലാം കൊണ്ടും ഇതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പം കോടാനുകോടി നന്ദി അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് പഠിക്കാൻ പോകുമ്പോഴെല്ലാം ഞാൻ ഇത് കുരിശ് വരച്ച് പ്രാർത്ഥന എല്ലാം ചൊല്ലിയാണ് വിട്ടിരുന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. രക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രാർത്ഥന എല്ലാം തന്നെ ഞാൻ ചെയ്യുന്നതാണ്. അതിനൊന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ കാരുണ്യ പ്രവർത്തനം എല്ലാം തന്നെ ചെയ്യുന്നതാണ്. ജോലി കിട്ടിക്കഴിഞ്ഞ് ഞാൻ എല്ലാ വർഷവും ഒരു എമൗണ്ട് ഒരു അനാഥാലയത്തിലേക്ക് മാറ്റി വെച്ചേക്കാവുന്ന നേർന്നായിരുന്നു. അതായത് ഒരു സ്കൂൾ തുറക്കുന്ന ടൈം ആകുമ്പോഴത്തേനും. ഈ വർഷവും ഞാൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുമ്പോഴും ഞാൻ അമ്മേനെ ഓർത്ത്. ഇപ്പം 3ാമത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയത്താണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് പോയ ഉടനെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നുണ്ട്. ഏതായാലും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.